അങ്കിളിന്റെ പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു തമാശ കാണിച്ചതല്ലേ. സംഗതി ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഞാൻ മറന്നിരിക്കുന്നു. അതൊരു വെറും വാക്കാണ്. അങ്കിളിന് ഇപ്പോഴും എന്നോട് എന്തോ വിരോധമുണ്ട്. അത് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഡ്രൈവർ ഉണ്ടാവും താഴെ. വരട്ടെ. അത് ശരി, എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ? ആ, വേണ്ടി വന്നാൽ എനിക്ക് അതിനും മടിയില്ല. അങ്കിളിന്റെ പേര് എനിക്കറിയാം. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു. എന്റെ പേര് വിഷ്ണു നാരായണൻ. വിഷ്ണു എന്ന് എല്ലാവരും വിളിക്കും. ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. സ്വന്തം നാട് പാലക്കാട്. അങ്കിളിന്റെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഓ, ഒന്നും അറിയാൻ പാടാത്ത പോലെ. അങ്കിൾ ആകാതിരിക്കുന്നത് തന്നെ. ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, അത് ശരിയാ. പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാന്ന് വെച്ചോ, ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കുട ഉടച്ചു എന്ന് പറയാറില്ലേ? അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. പിന്നെ ചിലതൊക്കെ ഉണ്ട്. വല്ല കാലത്തും ചക്കയിട്ട് മുയല് ചാകുന്ന പോലെ ഒരെണ്ണം. പിന്നെ ഞാനത് ആരോടും തുറന്നു പറയാറില്ല. നമ്മള് പട്ടിണിയാണെന്ന് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം? വിരുന്നിന് പോയിട്ട് കട്ടൻ കാപ്പിയും കുടിച്ച് പോന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം 4 തരം കൂട്ടി സുഖമായിട്ടുണ്ടെന്ന് പറയുന്നതല്ലേ? എന്താ ചിരിച്ചു പറഞ്ഞ അഭിപ്രായ വ്യത്യാസമല്ലോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്ന എനിക്കിഷ്ടം. അത് ശരി. മാസത്തിൽ 2-3 തവണ ഞാനിവിടെ വരും. 2 ദിവസം തങ്ങുകയും ചെയ്യും. ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാം. തീർച്ചയായിട്ടും. സുഹൃത്തെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും. അങ്കിളിനെ കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. എങ്ങനെ? രക്തം രക്തത്തെ തിരിച്ചറിയുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ഓരോ ഡ്രിങ്ക് ആകാം. താങ്ക് യു. പക്ഷെ ഇന്ന് വേണ്ട. എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം. നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച്. ഓക്കേ? ഓക്കേ.